ഇന്ന് ഞങ്ങളുടെ ടെറസ് വൃത്തിയാക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പം മഴക്കാലമാണല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ഭിത്തിയുടെ അടിയിൽ ഭിത്തിയിൽ ചെറിയൊരു വെള്ളം കനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ മേളിൽ കയറിയത്. അപ്പോൾ ഞങ്ങളതൊന്ന് വെള്ളം കുത്തിക്കളയാനായിട്ടൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടൊന്ന് നടന്നു പോകാനായിട്ട് ഭയങ്കര ഇഴുക്കലാണ്. അപ്പോൾ അതിന് ചെയ്യുന്ന ഒരു വിദ്യയാണ്, അതൊന്ന് വൃത്തിയാക്കുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൽ നമ്മളുടെ ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ആ ലോഷനും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അങ്ങോട്ട് അതിൽ ഈ ഒരു ബ്രഷും വേണം. അതിന് ശേഷം ആ ചൂടുവെള്ളം ലോഷനും കൂടി ചേർത്തത് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് നിഷ്പ്രയാസം തേച്ച് നമുക്ക് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, പെട്ടെന്ന് തന്നെ അതിൽ പിടിച്ചിരിക്കുന്ന പായലും ചെളിയും അഴുക്കുമെല്ലാം പോയി കിട്ടും. നമ്മൾക്ക് പെട്ടെന്ന് വൃത്തിയാക്കി അതിലൂടെ നടന്നു പോകുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തെന്നി നമ്മൾ വീഴുവാനായിട്ട് സാധ്യതയുണ്ട്, മഴക്കാലം ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് നിഷ്പ്രയാസം ചൂടുവെള്ളം വേണം, തണുത്ത വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അത് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും നമ്മളുടെ ടെറസ്. ഞങ്ങളത് ചെയ്തപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പെട്ടെന്ന് വൃത്തിയാക്കാനുള്ളൊരു മെത്തേഡാണ്. ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഫ്ലോർ ക്ലീനിങ്ങോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഹാർപ്പിക്കോ എന്ത് വേണേലും ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒഴിച്ച് തേച്ച് കഴുകിയാൽ പെട്ടെന്ന് നമ്മളുടെ ടെറസ് വൃത്തിയായിട്ട് കിട്ടും. കണ്ടോ, ഞങ്ങൾ അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷമാണ് അതിലേ കൂടി നടന്ന് അത് കരിയിലയൊക്കെ ഒന്ന് അടിച്ച് മാറ്റുവാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴുമല്ലോ. അപ്പോൾ ഒരു ഈസി മെത്തേഡ് നിങ്ങളെ കൂടി കാണിച്ചു തന്നതാണ്. ഇങ്ങനെയാണോ വൃത്തിയാക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് വെയിലുള്ള സമയത്ത് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. മഴയുള്ള സമയത്ത് നമുക്ക് കയറണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വെയിൽ ഉള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തെന്നാതിരിക്കും. മഴയുള്ള സമയത്ത് നമുക്ക് ടെറസിൽ കയറുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തെന്നിപ്പോകും. തെന്നാതിരിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ കാണിച്ചു തരുന്നത്. ഓക്കെ, ബൈ ബൈ.